പ്രൈസ് ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പിന്നെ ഇതിൽ മത്തായി 18 വചനത്തിലെ മത്തായി സുവിശേഷം 18 18 19 വാക്യം കർത്താവ് ഈ ലോകത്തോട് അവസാനമായിട്ട് പറഞ്ഞ വാക്യമാണിത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. സ്തോത്രം. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഭൂമിയിൽ വച്ചു നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ നമ്മുടെ ദൈവം ഇങ്ങനെയാണ് പറഞ്ഞത്. സ്വർഗത്തിൽ നമ്മുടെ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നമ്മൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം ഭൂമിയിൽ സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. അപ്പം നമ്മുടെ പൈശാചികമായ ചിന്തകളൊക്കെയാണ് നമ്മൾ ആത്മീയമായ നമ്മൾ ഉള്ളിലിരിക്കുന്ന എന്തെല്ലാം വൃത്തികേട് കെട്ടിക്കിടക്കുന്നത് അതെല്ലാം നമ്മൾ അവിടെ സ്വർഗത്തിൽ നമ്മൾ കെട്ടപ്പെട്ട് കിടക്കും. നമ്മൾ അഴിക്കുന്നവരും നമ്മൾ അത് എല്ലാം നന്മയിലേക്ക് ശുദ്ധിയിലേക്ക് ഒഴുകുമ്പോൾ അത് സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ ആത്മാവ് എന്തായി നല്ലതിലേക്ക് ശുദ്ധിയിലേക്ക് ഒഴുകുന്നതാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ 2-ാമതിൽ പറഞ്ഞത്, നിങ്ങൾ എൻ്റെ നാമത്തിൽ 2 or 3 പേർ കൂടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ യാചിക്കുന്ന എന്തും ഞാൻ നടത്തി തരും. അപ്പോൾ അത്രയും വാഗ്ദത്തം ചെയ്യുന്ന ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ അശക്തരാവരുത്. അപ്പോൾ നമ്മുടെ ബലഹീനതകളെ നമ്മൾ എന്താക്കണം, ദൈവം നമ്മളെ നന്നാക്കി നമ്മൾ ബലപ്പെടുത്തി നമ്മളെ ശക്തിപ്പെടുത്തി നമ്മളെ നേർവഴിക്ക് നയിക്കാനാണ് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ. അതാണ് ദൈവം നമ്മളോട് തരുന്ന സന്ദേശം. ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ സന്തോഷം, ആത്മീയമായ കിട്ടുന്ന സന്തോഷം ഈ ഭൗതിക നന്മകളെ നിമിഷവും നഷ്ടപ്പെട്ടു പോകും. ഇപ്പം യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുകയാണല്ലോ. അപ്പോൾ ഇത് വചനത്തിൽ പറഞ്ഞിട്ട് ഒരു കാലം ദേഷിക്കാനും ഒരു കാലം യുദ്ധത്തിനും ഒരു കാലം സ്നേഹിക്കപ്പെടാനും. അപ്പം ഇനിയുള്ള കാലഘട്ടം അങ്ങനെയൊക്കെയാണ് വരുന്നത്. പക്ഷെ അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കണം. എന്തിന്? നമ്മൾ ഓരോ തലമുറകളും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ ദേശങ്ങൾക്കും എല്ലാവർക്കും നന്മയിലൂടെ ആത്മീയമായ അനുഗ്രഹത്താൽ നമ്മുടെ ആത്മാവ് കെട്ടാതെ നമ്മൾ എന്നും ഉണർന്നിരിപ്പാൻ നമ്മൾ ദൈവം ഒരു നാൾ വരുമ്പോൾ, ദൈവത്തിന് ഒരു നാൾ ആരും കണ്ടിട്ടില്ല, പക്ഷേ ഒരു മനുഷ്യൻ്റെ ചിന്തയിൽ വരാത്ത കാര്യമാണ് ദൈവം നമുക്ക് ഒരുക്കി വെച്ചത്. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുള്ള കാര്യമാണ് ദൈവം നമുക്ക് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവം എന്നും നമുക്ക് വേണ്ടി ഒരുക്കി വെക്കുന്നു. എന്നിലേക്ക് നോക്കുന്നവൻ ശക്തനാവണം, എന്നിലേക്ക് വരും യാചിക്കുന്നവൻ അവൻ നന്മ കിട്ടണം, എന്നെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും മുട്ടുണ്ടാവരുത് എന്ന് നിങ്ങൾ എന്നെ മുട്ടുവിൻ, ഞാൻ തുറക്കപ്പെടും എന്ന് ദൈവം പറയുമ്പോൾ നമ്മൾ ദൈവത്തിൽ അനുഗ്രഹിക്കുമ്പോൾ, ദൈവം നമുക്ക് അനുഗ്രഹം തരുമ്പോൾ ആ അനുഗ്രഹത്തിന് നമ്മൾ കാത്തിരിക്കുമ്പോൾ ആ സ്നേഹം നമ്മൾ അറിയണം. എല്ലാവർക്കും ആ അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.